നോക്കൂ ഗൈസ്. ഇതില് വണ്ടിയുടെ ഇതിപ്പോ പറന്നു പോയിരുന്നു. ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു പുത്തൻ ന്യൂ വീഡിയോ എടുക്കാൻ വന്നതാണ്. എന്ത് വീഡിയോ ആയിരുന്നു? ന്യൂ ഇയർ വീഡിയോ. ന്യൂ ഇയർ വീഡിയോ സ്പെഷ്യൽ. ഉറക്കൊക്കെ ഒഴിയണമെന്നുണ്ട്. ഉറക്കം ഒഴിയാൻ പറ്റുമോ അറിയില്ല. നിങ്ങൾ ഞങ്ങളിവിടെ ഉറക്കം ഒഴിയാൻ തയ്യാറാണോ ഗൈസ്? അപ്പൊ നമുക്ക് പോവാം. ഗൈസ് ഞങ്ങള് ഇത് റെഡി ആക്കാൻ വേണ്ടി നോക്കാണ്. പക്ഷെ സാധനം ഒന്ന് മിസ്സായിപ്പോയി. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച കാര്യമായിരുന്നു. അപ്പോൾ സാധനങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. അപ്പോൾ കണലുണ്ടാക്കാൻ നോക്കുകയാണ്. അതെന്താ നീ ഉദ്ദേശിച്ചത്? ഇതേ മണ്ണെണ്ണയാണ്, മറ്റേ സംഭവമല്ല. അപ്പം ഞങ്ങൾ കത്തിക്കുകയാണ്. അങ്ങനെ പറയല്ലേ. നമ്മളിതൊക്കെ കുറേ കണ്ട, നേരത്തെ കണ്ടു. കത്തില്ല ഗൈസ്. ഇങ്ങനെ കത്തത് ക്യാമറ മണ്ണെണ്ണ വെച്ച് വെച്ചാടി. ഇത് കത്തില്ല. കത്തിക്ക് മണ്ണെണ്ണക്കൊപ്പി തൊട്ടല്ല. ഓ ആ കൊറ്റ മണ്ണെണ്ണയല്ലേ ഇത്. കത്തില്ല. ഇനി പതുക്കെ അടിച്ചോ, മാത്രം പൊട്ടിക്കണ്ട. നന്നായിട്ടിരിക്കണം. ചമ്മന്തി ആക്കണ്ട. പൂജ പാത്രം പൊട്ടിക്കണേ. നന്നായിട്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ചിക്കനെ കൊല്ലണം. ചിക്കനെ മെരുക്കി എടുക്കണം. ചിക്കനെ മയ്യത്തായി. എത്ര പീസ് ഉണ്ട്? കാല് 3 കാലും 3 ചെസ്റ്റും. 12 ആവുമ്പോഴേ ആവൂലേ ന്യൂ ഇയർ ആവുമ്പോഴേക്ക്? വിശ്വസിക്കുന്നു. ഇനി മസാല വരട്ടണ്ടേ? കയ്യിൽ വെളിച്ചെണ്ണയാക്കിയില്ലെങ്കിൽ നമുക്ക് കൈ പുകയും. സോ ആദ്യം നമ്മൾ കൈ നന്നായി കഴുകിയിരുന്നു. കൈ നന്നായി കഴുകിയതാണ് ഗൈസ്. ഇതിലേക്ക് നമ്മൾ കണ്ടോ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക് അതിന്റെ പേസ്റ്റ്. ഒരുമിച്ച് വയ്ക്കാം. മറ്റേ പൊടി കിട്ടോ? ആദ്യം കൂട്ടിയിടുന്നെങ്കിൽ നല്ല. മുളക് പൊടിയാണ് ഗൈസ്. ആവശ്യത്തിന് മുളക് പൊടി. ഇത് ആവശ്യമാണോ അനാവശ്യമാണോ അറിയൂല. നല്ല പച്ചമുളക് കിട്ടിയില്ല. എത്ര പച്ചമുളക് കിട്ടിയിട്ടുണ്ട്? 3 പച്ചമുളക്. എന്നാ പുകയും കുറച്ച് കിട്ടോ? മതി മതി മതി. ഉപ്പ് വേണ്ടേ? ഉപ്പ് നോക്കിട്ടോ. എന്താ കുറവുള്ളത് അതില്?
പണിയെടുക്കുന്നുണ്ട് നമ്മുടെ അജിനെയും അമ്മു. അപ്പുറത്തേക്ക് ഇടണോ ഇവിടെ ഉണ്ടാവും സംഭവം ഇനിപ്പുറത്ത് കളർ ഉണ്ടാവും. അയ്യോ ഇനി വേണ്ട. കാണുന്നുണ്ടോ? അത് കാണുന്നു. ഞാൻ കുഞ്ചു ഇവിടെ കുഴച്ചോണ്ടിരിക്കുകയാണ്. കൈ നല്ലോണം കേക്ക് വേണ്ടിട്ടോ. കൈ നമ്മൾ ആദ്യം വെളിച്ചെണ്ണിട്ട് അജിന് അതല്ല ഇത് കഴിഞ്ഞിട്ട് കൈ കഴിച്ചോന്ന് മ്യൂസിക് സെറ്റ് ആക്കുക. ചിരട്ട അവിടെ പൊട്ടി തെറിക്കാനുള്ള പ്ലാന്റ്. 2 ബലൂൺ കൂടി വെച്ചാൽ പടക്കമായി. ഷൈനിന്റെ തലയാണ്. ഇത് നോക്കിയേ, നൈറ്റ് നോക്കിയേ. അത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞില്ല. എന്റെ പണി. ഗൈസ് കുഞ്ചമ്മ ഇവിടെ നല്ലൊരു ഹെവി കുഴയിലാണ്. ഇതാ പോകുന്ന നമ്മുടെ കഥാനായിക. എടുത്തിട്ട് ഉറക്കിക്കോ. നമ്മുടെ ഫ്രീക്കത്തി ഇതാ കടന്നു വന്നിരിക്കുന്നു. സായിപ്പ് അൽ ഫ്രീക്കത്തി. തേങ്ങയല്ല ചിരട്ട പാളിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കട്ടെ. ഓ എനിക്ക് വയ്യ. അതെ നിങ്ങൾ ന്യൂ ഇയറിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാട്ടോ. അപ്പൊ നമ്മള് ചാർക്കോൾ എടുത്തിട്ട് അപ്പൊ നമ്മൾ അടുത്ത സായിപ്പ് ഇതാ ബലൂണായിട്ട് വരുന്നുണ്ട്. അമ്മേ ഇവിടെ എന്തൊക്കെയോ തെറിക്കുന്നുണ്ട്. അശ്വതി ഇതാ ഈ പേരെന്തേലും ചാർക്കോളില്ലേ, ചാർക്കോള് എണ്ണി തിട്ടപ്പെട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് മോൾ പറഞ്ഞോളൂ. എന്തിടാനാ? ബലൂണ് ചൂടായിട്ട് പൊട്ടിത്തെറിക്കും. നമ്മുടെ കുഞ്ചിയമ്മ വളരെയധികം ബുദ്ധിപൂർവ്വം ഒരു പണി ചെയ്തതാണ്. അടിപൊളി. നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പണിയായുധങ്ങൾ. അതല്ല അശ്വതി പ്രോ. അശ്വതി പ്രോ നല്ല സുഖം. മിക്കവാറും ന്യൂ ഇയർ കഴിയും. ന്യൂ ഇയർ കഴിയാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മൾ ഇതുവരെ എങ്ങനെ കത്തിക്കേണ്ടത് പോലും അറിയില്ല. എന്തൊക്കെയോ കത്തിക്കുന്നുണ്ട്. തേങ്ങ കത്തിക്കും. ക്രിസ്മസ് അപ്പൂപ്പനായിരിക്കും ചിലപ്പോ ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നുണ്ടാവും. ഇതൊന്ന് കത്തുവോ? ആ ചാക്കോൾ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടാലോ, തേങ്ങയിലേക്ക്. അത് ശരിക്കും അതെങ്ങനെ കത്തിക്കല്? അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നമ്മുടെ അജിന വളരെ ബുദ്ധിപൂർവമായിട്ട് അടുത്ത നീക്കം പറഞ്ഞിരിക്കുകയാണ്. നമ്മളിത് വീശി കൊടുക്കണം. ബലൂൺ ഇപ്പൊ അടുത്ത് പൊട്ടുന്നതായിരിക്കും. അടിച്ചുട്ടി വാരെന്തിനാ വീശ്? ഇതിങ്ങനെ തന്നെയല്ലേ കത്തിക്കല്? ലാസ്റ്റ് അത് ഫുള്ള് കത്തി കഴിഞ്ഞിട്ട് നമ്മള് ഓക്കെ 1 2 നമുക്ക് ബലൂൺ എടുത്ത് പൊട്ടിക്കാം. അടക്കത്തിന് പകരം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ നമ്മള് എടുത്ത് വെച്ചിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായി? ചിക്കൻ നമ്മള് കുഴച്ച് വെച്ചിട്ട് ഇപ്പൊ ഒരു
വീശിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ചാർക്കോള് കത്തുന്നുണ്ടോ ഗൈസ്? ചാർക്കോള് കത്തുന്നുണ്ടോ? നമുക്ക് ചാർക്കോൾ ഏതാണ് തേങ്ങ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടി കണലും അതാണ് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ. ഇതാവട്ടെ എന്നിട്ടിടാം. വീശിക്കോ വീശിക്കോ. അജ്ന, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ലൊരു പ്രോസസ്സാണ്. കഴിക്കാൻ നല്ലൊരു നടക്കുന്ന അറിയില്ല. കുഞ്ചു, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നല്ലൊരു മുന്നേറ്റം ഉണ്ട്. പറയൂ കുഞ്ചു. പൈസ എടുത്ത് വാങ്ങിയതിന് നമുക്ക് കഷ്ടപ്പാട്. അശ്വതി, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, അതിനല്ലേ നമ്മുടെ അജ്ന ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് നിന്ന് തണുക്കോ ഗൈസ്? നമ്മുടെ കുഞ്ചു ഇവിടെ ചളി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 ആദ്യത്തെ ചളി ആയിക്കൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ചളി. 2024 ലാസ്റ്റത്തെ ചളി, അവസാനത്തെ ചളി. 2024 അവസാനത്തെ ചളി. അത് കൊള്ളാം. നമ്മളിത് എല്ലാത്തിനും അജിനെ തന്നെ വേണം. ഏകദേശം ഇത് ഓൺലി ആണ്. ചിക്കൻ ആയി. ചിക്കൻ ഇപ്പോൾ കരിഞ്ഞു. ഫുള്ള് പുകമയമാണ് ഗായ്സ് ഇവിടെ. അയ്യോ, എന്റെ കണ്ണു പോയേ. ഒരു പണി എടുക്കുന്നില്ല, ക്യാമറ വെച്ചെടുക്കുകയാണല്ലേ. പിടിക്ക് വാ. അതാണ് നമ്മുടെ അജിന അവിടെ വീശി. അടുത്ത പരിപാടി ഇതാ, ചിക്കൻ ചുടാൻ പോവാണ്. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താ പറയൂ. ചിക്കൻ എടുത്ത് അടുപ്പത്ത് വെക്കാൻ പോകുന്നു. തീ കത്തിക്കുന്നു, വീശുന്നു, ചളി വാരി വിതറുന്നു, ചളി അശ്വതി വിതറുന്നു, ചളി മൂന്നാളും കൂടി വിതറുന്നു. തീ അത് അണഞ്ഞു പോകുന്നു. പുതുമഴയായി വന്നു നീ. പാട്ട് പാടിയപ്പോഴേക്കൊക്കെ പുക പോയില്ലേ? പുക പോയോ? അത് മാത്രം മതി. തീയും പോയി. ആ സാധനം ഇടായിട്ടൊന്ന് ഇറക്കി വെക്ക്. ഇനി ഇതാക്കാ എടീ, മുണ്ട്. നമ്മുടെ ആ പേപ്പർ എന്തെങ്കിലും ഉണ്ടോ? പേപ്പർ ഉണ്ട്. ഓൾമോസ്റ്റ് ഇത് കത്തി തീരുന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് നമ്മൾ വെണ്ണീരിൽ ചുടണ്ടി വരുന്നാണ്. ഓൾമോസ്റ്റ് ഇത് കണലുണ്ട്, സെറ്റാ. കനലായിട്ടുണ്ട്. നമ്മളിതിലേക്ക് കയ്യോടെ വെച്ചോക്കമ്മോ. നിനക്ക് എന്നോട് എന്തെങ്കിലും? അയ്യോ, എന്റെ മേല്. നമ്മളിതാ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അജിനെ വീശി ഇത് ഓൾമോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നമ്മളൊരു കമ്പി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് എന്താ വെക്കാൻ പോകുന്നത്? സോറി ഗൈസ്, എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ല. എനിക്ക് തിന്ന് ശീലമുള്ളൂ. അതെ, തിന്ന് ശീലം മാത്രമേ ഉള്ളൂ. അശ്വതി ഇതാ വെക്കാൻ പോകുന്നുണ്ട്. ഒരു വാഴ, രണ്ട് വാഴ. ഗൈസ്, നമ്മൾ ചിക്കൻ ഇതിലേക്ക് വെക്കാൻ പോവാണ്. അപ്പൊ ഗൈസ്, നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാല് അടുത്ത പരിപാടി പറയൂ. ഗ്രില്ലിലേക്ക് നമ്മൾ ചിക്കൻ ഇടുന്നു. ഓ, ഒരാളിവിടെ വാഴ വെട്ടാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. ഞാൻ അറിയാണ്ട് ഒന്ന് ചവിട്ടിപ്പോയി. അതിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഉപ്പുണ്ടോ നോക്കിയോ? ഓ, അശ്വതി ഇതിന്റെ മുകളിലേക്ക് ചിക്കൻ ഒക്കെ വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ 2 കാലുണ്ട്, 3 കാലുണ്ടടി. കൊറേ കാലുകളുണ്ട്. ഒക്കെ ഒന്ന് കൊണ്ടോ? ഓ, പിന്നെ അശ്വതി എന്ത് വെച്ചോ? ഇവിടെ വെച്ച് ഞാൻ കുറച്ചെങ്കിലും വേവോ. ഈ കഷ്ണം എടുത്ത് ഇവിടെ വെച്ച് നമ്മൾ കത്തിയെടുത്ത് ഇങ്ങനെ കുത്തി കൊടുക്കണം. കുറച്ച് അശ്വതി ലാസ്റ്റ് അതിന്റെ ഉള്ളിൽ ഇതാക്ക്. എവിടെ വെളിച്ചെണ്ണ ഇതാക്കണം. എന്തിനാ അതിന്റെ മുകളിൽ കൂടി മറ്റേ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളിത് വീശി കൊടുക്കുന്നു. അതിന് വീശാനായിട്ട് നമ്മൾ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മൾ തൊപ്പി വെച്ച സായിപ്പ് വന്നിട്ടുണ്ട് വീശാൻ വേണ്ടിട്ട്. അടുത്ത സായിപ്പ് അതാ വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് ഇതാ പോകുന്ന. കുഞ്ചിന്റെ സ്പെഷ്യൽ. അതുകൊണ്ടാണ്
മോനെ വല്ലതും കാണുന്നുണ്ടോ? കറുത്തുപോയി. എന്താ കരി പിടിച്ചോ ചിക്കനൊക്കെ? തീപ്പെട്ടി എവിടെ? തീപ്പെട്ടി എവിടെയാണ്? തീപ്പെട്ടി ഇതിനോട് ചോദിക്കണം, അല്ലാണ്ട് എന്നോട് ചോദിച്ചിട്ട് ഞാനെന്ത് പറയാനാ? എനിക്കറിയില്ലല്ലോ തീപ്പെട്ടി എവിടെയുള്ളത്. ചിക്കൻ കണ്ടിട്ടുള്ള പ്രശ്നമാണ്. ആരൊന്ന് പാവ നമ്മളെ സായിപ്പ് ഇവിടെ കണ്ണാടി ഇട്ട് അച്ഛനൊന്ന് നോക്കൂ. ഓക്കെ, വീശിക്കോളൂ പോസ് ഇട്ടോളൂ. ഓക്കെ, ഒരു യോയോയും കൂടി കൊടുത്തോ. കാലുകൾ രണ്ടും മാറിപ്പോകണ്ട. രണ്ടാൾക്കാര് വെണ്ണീലോട് കൊണ്ട് ചിക്കനല്ല. ഒരാളിവിടെ മണ്ണെണ്ണേൻ്റെ ഉള്ളിൽ മുക്കിയിട്ടൊക്കെ എന്തൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട്. എന്താന്ന് ആർക്കറിയാം. അശ്വതി, വാട്ട് ആർ യു ഡൂയിങ്? ചിരട്ട മിക്കവാറും ഇവളിത് കത്തിക്കും. ചിക്കൻ കരിയൂ. ആ ചിക്കൻ അന്നെ കൊണ്ടാ തീറ്റിപ്പിക്കൂ. അന്നെ കോയിന്റെ കുണ്ടി കരല് എന്നെ തിന്നണം. എനിക്കത് അത്രേ ഉള്ളൂ. ബേജാറാവില്ലേ? അതൊക്കെ എടുത്താവുന്നേ ഉള്ളൂ. ചിക്കൻ അത് കരിയുന്ന കണ്ടോ? പെണ്ണ് എടി ചൊറിയിട്ടടി.
see you. I wanna see you. നമ്മള് ചപ്പാത്തി. അപ്പൊ ഗായ്സ് നമ്മൾ ചപ്പാത്തി റെഡി ആയിരിക്കാണ്. ഇതിൽ ഓൾറെഡി ഒന്നിപ്പം കുഞ്ചു തിന്നു കഴിഞ്ഞു. ഇനി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചപ്പാത്തി കിട്ടൂല. ഇത് നാരങ്ങ നമുക്ക് ചിക്കന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ചപ്പാത്തിയും കൂട്ടി ഇങ്ങനെ തിന്നാനുള്ളതാണ്. ഒന്ന് മൊത്തോള് തിന്നു കൊടുത്തത്. ചെറുനാരങ്ങയോ? 10 പത്തിരി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ചെറുനാരങ്ങ മുറിച്ചിട്ടെ. വാഴേന്റെ മതിയോ വേണ്ടേ? ഒന്ന് മതി. ആട്ടി ഒടിച്ചൂട്. ഇല മുറിച്ചിട്ടുണ്ട്, നമുക്ക് തിന്നാം. എടി ഇതില് പൂച്ച ചാടില്ലല്ലോ. ചാടിയാ പൂച്ചക്ക് മനസ്സിലാവും. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു ന്യൂ ഇയർ ബ്ലോഗ്. ഓക്കെ, ഞങ്ങളെന്താ ചിക്കൻ ഗ്രില്ല് ചെയ്താണ്, കൂട്ടത്തില് ചപ്പാത്തി ഉണ്ട്. നമുക്ക് കഴിക്കാം. ബാ ക്യാമറാമാൻ.